കണ്ണൂർ കേളകത്ത് നാടക സംഘം സഞ്ചരിച്ച വാഹനം മറിഞ്ഞ 2 പേർ മരിച്ചു, 12 പേർക്ക് പരിക്ക്. കായംകുളത്ത് നിന്ന് ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന മിനി ബസ്സാണ് മലയമ്പടി വളവിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും നിഖിലയുണ്ട്. നിഖിൽ, എപ്പോഴായിരുന്നു അപകടം? എന്താണ് സംഭവിച്ചത്? അതിനാൽ ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. കായംകുളത്ത് നിന്നും ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന മിനി ബസ്സാണ് കൊക്കയിലേക്ക് മറിഞ്ഞത്. നാടക സംഘമായിരുന്നു ഈ മിനി ബസ്സിൽ ഉണ്ടായിരുന്നത്. കൂടുതൽ വിവരങ്ങൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. സംഭവത്തിൽ കായംകുളം മുതുകുളം സ്വദേശിനിയും ഒപ്പം തന്നെ കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനിയും മരിച്ചതായാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. പരിക്കേറ്റ മറ്റുള്ള ആളുകളെ മുഴുവൻ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. 13ഓളം പേരെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയൊരു അപകടം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. കായംകുളത്ത് നിന്നും ബത്തേരിയിലേക്കാണ് നാടക സംഘം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഇന്ന് പുലർച്ചെ ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. കേളകം മലയാമ്പടി റോഡ് വളവിലാണ് ഇത്തരത്തിൽ കൊക്കയിലേക്ക് മിനി ബസ് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്താണ് അപകടത്തിന്റെ കാരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. വയനാട്ടിലേക്കുള്ള ചുരംപാതയോട് ചേർന്ന ഭാഗത്താണ് ഈ പ്രദേശം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പരിക്കേറ്റ മുഴുവൻ പേരെയും തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് ആംബുലൻസുകൾ കണ്ണൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ വാർത്തയാണ്. നാടക സംഘം സഞ്ചരിച്ച വാഹനമാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. 2 പേരാണ് മരിച്ചത്, 12 പേർക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ്. കായംകുളം സ്വദേശിയും കരുനാഗപ്പള്ളി സ്വദേശിയുമാണ് മരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിഖിലെ.